ഈ 10ാം ക്ലാസ്സും കുത്തിയും വെച്ച് എന്താവാനാ? 10 വെച്ച് നിനക്ക് പെണ്ണ് പോലും കിട്ടൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? പക്ഷെ 10ാം ക്ലാസ് പഠിച്ച ഒരു പണി കിട്ടും. വെറും ജോലിയല്ല, ഗവൺമെൻറ് ജോലി. വെറും ഗവൺമെൻറ് ജോലിയല്ല, സെൻട്രൽ ഗവൺമെൻറ് ജോലി. അതായത് ഇന്ത്യൻ റെയിൽവേയിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ 2438 തൊഴിലവസരങ്ങളാണ് വെറും 10ാം ക്ലാസ്സും കുസ്തിയുള്ള ആൾക്കാർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. ഇതിനായിട്ട് നിങ്ങൾക്ക് വെറും 15 വയസ്സിൻ്റെയും 24 വയസ്സിൻ്റെയും ഇടയിലായാൽ മതി. അതായത് 15 വയസ്സിനും 24 വയസ്സിൻ്റെ ഇടയിലുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് 2438 തൊഴിലവസരങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ് കയ്യിൽ വന്നിട്ടുള്ളത്. ഇത് നമ്മളുടെ കേരളത്തിൽ വരുന്നുണ്ട്. ഇഷ്ടംപോലെ വേക്കൻസികളാണ്. ചിലപ്പോൾ കണ്ണുപൂട്ടി അപ്ലൈ ചെയ്താൽ കൂടെ നിങ്ങൾക്കത് കിട്ടും. ഇന്ത്യൻ റെയിൽവേയിലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അങ്ങനെ ആരും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിനായിട്ടും കാര്യമില്ല, അപ്ലൈ ചെയ്താൽ കിട്ടൂല. അപ്പോൾ ഈ ഒരു അവസരത്തിനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ലൈഫിൽ രക്ഷപ്പെടാൻ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ തുറന്ന് കാണുക. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ റെയിൽവേയിലേക്കാണ് 2300-ലധികം തൊഴിലവസരങ്ങൾ വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2438 ജോബ് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇത് അവൈലബിൾ ആയ പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ ACT അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പൊസിഷനിലേക്കാണ് 2438 തൊഴിലവസരങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ACT അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള വർക്കുകളുണ്ട്. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ നോട്ടിഫിക്കേഷൻ വായിക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ട്രെയിനിങ് ലൊക്കേഷൻ വരുന്നത് റെയിൽവേയുടെ വേരിയസ് ഡിവിഷനിലേക്കാണ്. അതായത് കേരളത്തിലും പല സ്ഥലങ്ങളായി തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ്സിൽ മിനിമം 50% മാർക്ക് ഉണ്ടായാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ITI സർട്ടിഫിക്കറ്റും നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 15 മുതൽ 24 വരെ വയസ്സാണ് മാനദണ്ഡം. അതുപോലെ SC ST OBC PWO വിഭാഗങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് നമ്മൾ പല ഗവൺമെൻറ് ജോബുകൾക്കും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഓൾറെഡി റെയിൽവേയുടെ ജോബുകൾ അപ്ലൈ ചെയ്ത് പരിചയമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം രജിസ്ട്രേഷൻ ചെയ്യണം, എന്നിട്ട് ലോഗിൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്തതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ ഫീ കാര്യങ്ങളെല്ലാം 100 രൂപ വരുന്നുണ്ട്. പക്ഷേ മേൽപ്പറഞ്ഞ വിഭാഗങ്ങൾക്കും അതിൻ്റെ കൂടെ സ്ത്രീകൾക്കും ഫീ ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ് പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും. മെറിറ്റ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തവർക്ക് ഡോക്യുമെന്റേഷൻ വെരിഫിക്കേഷൻ എന്നൊരു പ്രക്രിയ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതായത് മെഡിക്കൽ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യേണ്ടി വരും. ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അനൗൺസ് ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷെ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ഡേറ്റ് കൃത്യമായിട്ട് കാണിച്ചു തരാം ഏതുവരെ അപ്ലൈ ചെയ്യാം എന്നുള്ളത്. പിന്നെ ഇതിനായിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ മാർക്ക്ഷീറ്റ് വേണം, ITI സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് ഏജ് റിലാക്സേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. അപ്പം അങ്ങനെയുള്ളതെല്ലാം നിർബന്ധമായിട്ടും സ്കാൻഡ് കോപ്പീസായിട്ട് അയക്കുക. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാം വേണമെന്ന് പറയുന്നുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട് കാസ്റ്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തിനാണ്, എന്ത് ആവശ്യത്തിനാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ട്രെയിനിങ് സമയത്ത് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമുക്ക് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് 22/7/2024 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടൈം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ടൈം എന്ന് പറഞ്ഞാൽ 12/8/2000, അതായത് ഓഗസ്റ്റ് 12 വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ എല്ലാവരും നിർബന്ധമായിട്ട് മുഴുവനായിട്ട് വായിച്ചു നോക്കുക. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാറ്റഗറിയിലേക്കായിരിക്കും ജോബുകൾ വരുന്നതെന്ന് പറഞ്ഞു. ആ കാറ്റഗറികൾ ഏതൊക്കെയാണെന്നും അതിലെത്ര വേക്കൻസികൾ ഉണ്ടെന്നും അതിലെത്ര സംവരണം ചെയ്യപ്പെട്ടിട്ടെന്ന് എന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ താഴോട്ട് വായിച്ചാൽ കൃത്യമായി ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. പാലക്കാട് ഡിവിഷനിൽ വന്ന വേക്കൻസികളെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടാവുന്നതാണ്.
ശേഷം അപ്ലൈ ചെയ്യുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് വന്ന ബട്ടൺ നമുക്ക് ക്ലിക്ക് ഹിയർ ടു വ്യൂ നോട്ടിഫിക്കേഷൻ, ഈ നോട്ടിഫിക്കേഷൻ കാണാം. നമ്മൾ ഓൾറെഡി കണ്ടു. രജിസ്റ്റർ ചെയ്യാത്തതാണെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ഈ പാസ്വേഡ് യൂസർ നെയിം വെച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും രജിസ്റ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ജോബുകളെ കുറിച്ച് വീണ്ടും തുടർന്ന് അറിയാൻ ഈ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.